ഏവർക്കും ആൽഫയുടെ +1 ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ സയൻസ് ഗ്രൂപ്പിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ? സയൻസ് ഗ്രൂപ്പിനകത്ത് ഉള്ള ഓരോ സബ്ജക്റ്റുകളും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഈ 4 സബ്ജക്റ്റുകളും ഓരോന്നും നമുക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും. ഈ പരീക്ഷകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എല്ലാ സബ്ജക്റ്റുകളും. ഇതിനകത്ത് ഈ കെമിസ്ട്രിയുടെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെമിസ്ട്രിക്കകത്ത് നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഡിഫൈൻ സൊല്യൂഷൻ എന്നൊരു ക്വസ്റ്റ്യൻ. ഈ ഡിഫൈൻ സൊല്യൂഷൻ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എവിടെയെങ്കിലും നമുക്കൊരു ഇന്നോ അറ്റോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ അത് എഴുതാൻ വിട്ടുപോയി, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരം തെറ്റായി, നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അത് മാത്രമല്ല, ഇതിനൊക്കെ ഡെപ്തും വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസിൽ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യുമ്പോഴത്തേക്കും ആക്ച്വലി അതിൽ ചെറിയ ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് മാർക്ക് കിട്ടിയെന്ന് വരും, മറ്റു സബ്ജക്റ്റുകളിലൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫിയിലൊക്കെ ആണെങ്കിൽ പോലും. പക്ഷേ സയൻസിനകത്ത് ഒരു സാധനം, ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. മാത്രമല്ല, നമ്മുടെ മാർക്ക്, പരീക്ഷയുടെ മാർക്ക് എത്രയ്ക്കാണ്? 520 അല്ലേ ഫസ്റ്റ് ഇയർ? 520 മാർക്കിൽ നമ്മളൊരു 500ൻ്റെ മുകളിൽ, ഒരു 490ൻ്റെ മുകളിൽ നമ്മൾ സ്കോർ ചെയ്യാൻ കഴിയണം. ഞാൻ പറയുന്നത് 520ഉം എയിം ചെയ്യണം. ഇതിന് തടസ്സം നിൽക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് കെമിസ്ട്രി. കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കിളി പറന്നു എന്നൊക്കെ വരും ചില ചോദ്യങ്ങൾ കാണുമ്പോൾ. അത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. കെമിസ്ട്രി നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. 2, ആ ക്ലാസ്സിൻ്റെ കൃത്യവും വ്യക്തവുമായ നോട്ട് എഴുതിയെടുക്കുക. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തോണം. ഒരു നല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യണം. 2ാമത്തെ അതിൻ്റെ നോട്ട് എഴുതിയെടുക്കണം. 3, നമുക്ക് 9 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഇയർ. ഈ 9 ചാപ്റ്ററിൻ്റെയും നോട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പാഠം പഠിക്കാൻ ഒരുപാട് സമയം എടുക്കുക. ബോറ് ക്ലാസ് ആയിരിക്കും. നമ്മളത് കണ്ട് നോട്ടൊക്കെ എഴുതിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഇത് മറക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. മറക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരാഴ്ചയിൽ ഈ തിങ്കളാഴ്ച ദിവസം ഒരു 15-20 മിനിറ്റ് മതിയാവും ആ ചാപ്റ്റർ നമുക്കൊന്ന് വായിച്ച് തീർക്കാൻ. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അത് വായിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും വായിക്കണം. നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും അത് വായിക്കണം. അത് നമ്മുടെ തീരുമാനമാണ്. നമ്മുടെ തീരുമാനം അങ്ങനെയാണ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പം അത് വായിച്ച് തീർക്കുക എന്നതാണ് പ്രധാനം. അപ്പം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്. ഒരു ചാപ്റ്റർ 9ൽ ഒരു ചാപ്റ്റർ ഓക്കെയാണ്, ഞാനൊരു 10 തവണയെങ്കിലും ഞാൻ റിവിഷൻ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് നല്ലൊരു ആശ്വാസവും നല്ലൊരു സന്തോഷവും നമുക്ക് കിട്ടും. ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ ഒരു സാറ്, ഇപ്പോൾ കെമിസ്ട്രിക്ക്, ഇപ്പം എന്നെയാണ് നിങ്ങളൊരു കെമിസ്ട്രിയുടെ ഒരു ഗുരുവായിട്ട് കാണുന്നത്, ഒരു മെൻറ്ററായിട്ട് കാണുന്നത്. നമുക്ക് അതിനകത്തുള്ള മുഴുവൻ അപകടങ്ങളും, നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണം, 200ൽ 200 സെക്കൻഡ് ഇയർ ആകുമ്പോൾ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ സാറ് പറയുന്ന പോലെ ആ വിഷയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഗൗരവമായി കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ? അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ മാനസികമായി നിങ്ങളൊരു പിരിമുറുക്കത്തിലായിരിക്കില്ല, ടെൻഷൻ ഫ്രീ ആയിരിക്കും. എനിക്ക് ആ സബ്ജക്റ്റ് അറിയാം, എനിക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമാണ്, ആ സാറിൻ്റെ ക്ലാസ് ഇഷ്ടമാണ്, ആ സാറ് കാരണമാണ് എനിക്ക് ഈ സബ്ജക്റ്റിനോടൊരു താല്പര്യം തോന്നിയത് എന്നൊക്കെ നമുക്കുണ്ടാവും. മനസ്സിലായോ? അതായത് സാധാരണ ചില ചാനലിലൊക്കെ ചില ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്സും കെമിസ്ട്രിയാണെന്ന് അങ്ങനെ പറയാറുണ്ട്. ശരി തന്നെയാണ്. ഫിസിക്സും കെമിസ്ട്രിയാണ് മാത്സിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വൈ അല്ലെങ്കിൽ ഹൗ എന്ന് പറയുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന ടൈപ്പിലുള്ള ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് കൃത്യവും സ്പെസിഫിക്കുമായിട്ടുള്ളൊരു ഉത്തരമുണ്ട്. അത് നമുക്ക് കൊടുക്കാൻ കഴിയാതിരുന്നാൽ ഉത്തരം തെറ്റാവും. വാട്ട് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയും. പക്ഷെ ഹൗ ആൻഡ് വൈ ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ പ്രോബ്ലംസ് ഉണ്ടാവും. ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഏരിയയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ ചാനലിലൂടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണം വെക്കേഷനിൽ ബാക്കിയുള്ള ചാപ്റ്ററെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു
α+1 എന്ന് പറയുന്ന ഈ ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ കെമിസ്ട്രി മാത്രമാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ കുട്ടികളൊക്കെ വന്ന് നല്ല വ്യൂ ഒക്കെ ആകും എന്നൊരു കാലഘട്ടം വരുമ്പോഴത്തേക്കും തീർച്ചയായും മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ നമ്മൾ കെമിസ്ട്രിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. കെമിസ്ട്രിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലൊക്കെ നമ്മൾ നോക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഈ +1 പരീക്ഷ കഴിയുമ്പോൾ ഏറ്റവും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം. അതാണ് നിങ്ങൾ എനിക്ക് തരേണ്ട ഒരു സമ്മാനം. വേറെ ഒന്നും വേണ്ട. 500-ന് മുകളിൽ മാർക്ക് വാങ്ങണം. 100% നിങ്ങളെ കൊണ്ടത് വാങ്ങാൻ കഴിയും. നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ കൊണ്ടത് വാങ്ങിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയും. ഓക്കെ, അപ്പോൾ മറക്കരുത്, കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും വളരെ ഗംഭീരമാക്കുക. ഇന്ന് ഈ ഒരു നിമിഷത്തിൽ ഞാൻ ജീവിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല ക്വാളിറ്റിയായി അടുത്ത നിമിഷം ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്ന് ഞാൻ പഠിച്ചതിൻ്റെ ഏറ്റവും നല്ല ഒരു വ്യക്തിയായി ഇങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നല്ല വ്യക്തിയാവും. നല്ല വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകം. നല്ല വ്യക്തികളെ മാത്രമാണ് ഓരോ കമ്പനികളും ഹയർ ചെയ്യുന്നത്. നല്ല വ്യക്തികളെ മാത്രമാണ് ഒരു കമ്പനി അവരുടെ ആ ഒരു കമ്പനിക്കകത്ത്, ഒരു ഫേമിനകത്ത് അവർ ജോലി കൊടുക്കുന്നത്. നല്ല ക്യാരക്ടറില്ലാത്ത, നല്ല വർക്ക് ചെയ്യാൻ ഒരു മനസ്സില്ലാത്ത, നല്ല സ്കില്ലില്ലാത്ത ഒരാൾ എവിടെ നിന്നും എല്ലാ മേഖലയിൽ നിന്നും ഔട്ടാണ്. അപ്പോൾ അങ്ങനെ ആകരുത്. വരുന്ന നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് നിങ്ങൾ എന്തായിരിക്കണം? ഒരു സൂപ്പർമാൻ ആയിരിക്കണം, ഒരു സൂപ്പർ ലേഡി ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ആകും. 100% അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.